എല്ലാവർക്കും കുറച്ച് ദിവസത്തിന് ശേഷം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസുകളൊക്കെ കുറവായിരുന്നു, അറിയാം. നമ്മളൊരു 2-3 മാസമായി വീഡിയോസ് ചെയ്തിട്ട്. സ്കൂളൊക്കെ തുറന്നു, അതുകൊണ്ടൊക്കെയാണ് സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു ട്രാവൽ വ്ളോഗ്, അതായത് ഞാൻ നേരത്തെ എടുത്തു വെച്ചൊരു ട്രാവൽ വ്ളോഗുണ്ട്. ആ വ്ളോഗ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അതായത് അത് ഇപ്പോഴാണ് എനിക്ക് ഇടാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് കണ്ടൻറ്റ് കിട്ടുമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഇപ്പോഴാണത് ആ കാര്യം ഓർത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരാഴ്ച, അതായത് ഈ നാളെയും ഇന്നുമായിട്ട് കുറച്ച് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. എന്നുവെച്ചാൽ നാളെ ഞായറും ഇന്ന് ശനിയാണ്, അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ ആ ട്രാവൽ വ്ളോഗ് ഒന്ന് കാണുക. പിന്നെ ചാനലിൽ സബ്സ്ക്രൈബ്, ഇപ്പം വ്യൂസൊക്കെ ആണെങ്കിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതറിയാം. അത് വീഡിയോസൊന്നും ഇടാത്തതുകൊണ്ടാണ്. പക്ഷേ നിങ്ങളിനി പഴയതുപോലെ തന്നെ എടുത്ത് വയ്ക്കുക. ഞങ്ങൾ ഈ ശനി ഞായർ സമയങ്ങളിലൊക്കെ വീഡിയോസ് ഇടാൻ ഞങ്ങൾ ശ്രമിക്കും. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വാ. ട്രാവൽ നമ്മളങ്ങനെ യാത്ര തുടങ്ങി. നമ്മൾ പോകുന്നത് പാലക്കാട്, അതായത് നമ്മൾ പഴനിക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പാലക്കാട് മറ്റേ ടണലാണ്, കുതിരാൻ ടണൽ. അപ്പോൾ അതുവഴിയാണ് നമ്മൾ പഴനിക്കാണ് ആദ്യം നമ്മൾ പോയത്. അതിന് ശേഷമാണ് കൊടൈക്കനാൽ പോയത്. അപ്പം നമ്മളാദ്യം പാലക്കാടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാലക്കാടിലെ ടണലിനകത്തൂടെയുള്ള ഒരു യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഈ ഒരു ടണൽ പൂർത്തീകരിച്ചിട്ട്. അപ്പം ആദ്യമായിട്ട് ഇതിൻ്റെ അകത്തൂടി ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ലുലു മാൾ, ഇത് പാലക്കാട് ലുലു മാളാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മളങ്ങനെ അവസാനം പഴനിയിലെത്തി. നമ്മൾ താമസിച്ച റൂമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് പഴനിക്ക് നമുക്ക് നടന്നു പോകാനുള്ളതേ ഉള്ളൂ. ഞങ്ങളങ്ങനെ അതൊക്കെ കഴിഞ്ഞു, പഴനിയിലൊക്കെ പോയി. അങ്ങനെ അവസാനം ഞങ്ങൾ അടുത്ത യാത്രയിലേക്ക് തിരിക്കുകയാണ്, അതായത് നമ്മുടെ കൊടൈക്കനാലിലേക്ക്. അപ്പം ഇത് അങ്ങോട്ടുള്ള വഴിയാണ്, അതായത് പഴനിയിൽ നിന്നും കൊടൈക്കനാലിലേക്കുള്ള ഒരു വഴിയിലെ കാഴ്ചകളാണ് ഞങ്ങൾ ഈ കാണുന്നത്. നമ്മളിവിടെ നിന്ന് ഏകദേശം 60-70 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിലേക്ക്. അങ്ങനെ നമ്മൾ യാത്ര കുറേ ദൂരം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കങ്ങ് ദൂരെ മലകളൊക്കെ കാണാം, നമുക്കവിടെ പഴനി കാണാം. അങ്ങനെ അവസാനം നമ്മൾ കൊടൈക്കനാലിൻ്റെ ഒരു വെൽക്കം പോയിന്റിലെത്തി. ഇതാണ് നമ്മുടെ കൊടൈക്കനാലിൻ്റെ ഇത്. നമ്മൾ പിന്നെ പോയത് ഗുണ കേവിലേക്കാണ്. അവിടെ ചെന്ന് നമ്മുടെ മറ്റേ സിനിമയിലൊക്കെ കാണിക്കുന്ന അതേ സ്ഥലവും പിന്നെ മറ്റേ കേവും ഒക്കെ നമ്മൾ നല്ല കിടിലം മഞ്ഞായിരുന്നു അവിടെ. പിന്നെ കുറേ കുരങ്ങന്മാരും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഭയങ്കര മഞ്ഞായിരുന്നു, കാണാൻ മേലാത്ത ഒരു രീതിയിലുള്ള മഞ്ഞ് നമുക്ക് അവിടെ ചെന്നപ്പോൾ കണ്ടു. അത് വളരെ എന്താ പറയുക, വളരെ നല്ലൊരു ഭാഗ്യമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മഞ്ഞൊക്കെ പതുക്കെ ഇറങ്ങിപ്പോകാൻ തുടങ്ങി. നമ്മൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവിടെ എന്താ പറയുക, ആ മഞ്ഞിൽ നല്ല ചില്ലായിട്ട് നല്ല തണുത്ത് ഇതായിട്ടിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ്. നമുക്കത് കാണാൻ ഗുണ കേവ്. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. യാത്ര തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അതായിരുന്നു